ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പ് കാര്യങ്ങളെല്ലാം കറക്റ്റ് മെഷർമെൻറ്റ്, അതായത് ക്ലോസറ്റിൽ നിന്ന് വരുന്ന അകലം അതിൻ്റെ കണക്കിന് നമുക്ക് സാധാരണ നോർമൽ ലെവലിൽ 300 200 അങ്ങനെ ഓരോ സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്ന പൈപ്പ് കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ പൈപ്പുകൾ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് നമുക്ക് സാഡിലല്ല ചെയ്തിരിക്കുന്നത്, സാഡിൽ ഫിഷറല്ല ചെയ്തിരിക്കുന്നത്, കോൺക്രീറ്റ് വെച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ, താഴേക്ക് ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിഷർ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ലീക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഹോളുകൾ ഈ പറഞ്ഞ ലെവലിൽ ഫിഷർ ചെയ്യോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലീക്ക് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല, നമ്മൾ ആ ചെയ്തിരിക്കുന്ന ആ പറയുന്ന ഡ്രില്ലിൻ്റെ ഉള്ളിലൂടെ ചിലപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത് കമ്പിയുടെ, അതായത് താഴെ കിടക്കുന്ന സ്റ്റീല് അല്ലെങ്കിൽ കമ്പിയുടെ അടുത്തായിരിക്കും വരുന്നത്. അപ്പോൾ അതിലൂടെ ചെറുതായിട്ട് വെള്ളം ഇറങ്ങി ഈ സ്റ്റീല് പതുക്കെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സാഡിൽ ചെയ്യാതെ, അത് പൈപ്പ് കാര്യങ്ങളെല്ലാം മെഷർമെൻറ്റിൽ കറക്റ്റ് ഉറപ്പിക്കുന്നത്. സാഡിൽ ചെയ്യാതെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുക. സൈഡിലാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് കാണുക. ഇതിപ്പോൾ ഈ ട്രാപ്പാണ് ഈ കാണുന്നത്. ട്രാപ്പ് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് തെറ്റി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും 4 ഇഞ്ച് പൈപ്പിൻ്റെ മെഷർമെൻറ്റ്, അതായത് ക്ലോസറ്റ് ഭിത്തിയിൽ നിന്നുള്ള അകലം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടും നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ വെച്ച് ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റിൽ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് തെറ്റില്ല. ഇനി ഇവർ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ബാത്റൂം മൊത്തം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും തന്നെ സംഭവിക്കാനില്ല. ഇനി അതല്ല, നമ്മൾ ഈ പറയുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ട് ആ മെഷർമെൻറ്റിൽ പൈപ്പ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിന് വൈബ്രേറ്റർ കാര്യങ്ങൾ ഇടുന്ന സമയത്ത് ഈ മെഷർമെൻറ്റ് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ചിലപ്പോൾ ഭിത്തിയിൽ നിന്നുള്ള അകലം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ 300 സപ്പോസ് ഒരു എക്സാമ്പിളായിട്ട് 300 ഭിത്തിയിൽ നിന്ന് അകലം 4 ഇഞ്ചിൻ്റെ ഔട്ട്, അതായത് ക്ലോസറ്റിൻ്റെ ഭിത്തിയിൽ നിന്നുള്ള അകലം 300 ആണ് വരുന്നതെങ്കിൽ, അതായത് 30 സെൻറ്റിമീറ്ററാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പൈപ്പ് കാര്യങ്ങളൊന്നും ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ വൈബ്രേറ്റ് ഇടുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ 300 കൂടുതൽ വരാം, ആ 300 കൂടുതൽ വരാം, അല്ലെങ്കിൽ 300 താഴേക്ക് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഭിത്തിയിൽ നിന്നും ക്ലോസറ്റ് ഒരുപാട് അകന്നു പോകും, അതല്ലെങ്കിൽ ഭിത്തിയോട് ചേർന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റ് കിട്ടാത്തൊരവസ്ഥ വരും. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് പ്ലംബിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞ ലെവലിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ മെഷർമെൻറ്റ് കാര്യങ്ങൾ ധൈര്യമായിട്ട് നമുക്ക് ഒരു സംഭവിക്കുകയില്ല. കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും നമുക്ക് ടൈൽ ഫിനിഷിങ് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നമ്മളൊരു പുതിയ വീഡിയോസ് നമുക്ക് ഇടാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.